ഹായ് ഗുഡ് മോർണിംഗ് ഓൾ. നമ്മൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിന്റെ ഓപ്പൺ കോഴ്സ് ആയിട്ടുള്ള ഇ കൊമേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി നമ്മൾ 2 വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ മൂന്നാമത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് എന്താണ് EDA, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ് ആൻഡ് അതിന്റെ ഡ്രോബാക്സ് എന്തൊക്കെയാണ്. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഓക്കെ, ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്, അതായത് EDI നോക്കാം. ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് ഈസ് ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെന്റ്സ് ഇൻ എ സ്റ്റാൻഡേർഡ് കമ്പ്യൂട്ടർ പോസിബിൾ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫോർമാറ്റ് ബിറ്റ്വീൻ ട്രേഡിംഗ് പാർട്ട്നേഴ്സ്. ഓക്കെ, സിമ്പിൾ ആണ്. ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ് ഡോക്യുമെന്റ്സ് ഇലക്ട്രോണിക് ഫോർമാറ്റിലാക്കിയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ചില പ്രത്യേകതകളുണ്ട്. എന്തായിരിക്കും? സ്റ്റാൻഡേർഡ് ആയിരിക്കും. അതേപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോസസ്സബിൾ ആയിരിക്കും. കമ്പ്യൂട്ടർ ത്രൂ ആണ് നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫോർമാറ്റ് ആയിരിക്കും. യൂണിവേഴ്സലി ആക്സെപ്റ്റഡ് ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ആർക്കും എന്താക്കാം, അത് ആക്സസ് ചെയ്യാൻ പറ്റും. മനസ്സിലാവും? അവർക്ക് കിട്ടുന്ന ആൾക്ക് അതിനെക്കുറിച്ച് മനസ്സിലാവണം. ഓക്കെ, ആ രീതിയിലായിരിക്കണം. അപ്പം ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെന്റ്സ് ആണ്. ബിസിനസ് ഡോക്യുമെന്റ്സ് എക്സ്ചേഞ്ച് ഇലക്ട്രോണിക് ത്രൂ എക്സ്ചേഞ്ച് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, EDI എന്ന് പറയുക. അതിന് 2-3 രീതികളുണ്ട്. എന്തായിരിക്കണം? സ്റ്റാൻഡേർഡ് ആയിരിക്കണം, കമ്പ്യൂട്ടർ പ്രോസസ്സബിൾ ആയിരിക്കണം, അതേപോലെ തന്നെ യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ഫോർമാറ്റ് ആയിരിക്കണം. ഓക്കെ, അപ്പൊ അത് നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഇത് കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാം. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡ് ഫോർ ദ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ഓഫ് ബിസിനസ് ഡോക്യുമെന്റ്സ് സച്ച് ആസ് ഇൻവോയ്സസ് ആൻഡ് പർച്ചേസ് ഓർഡേഴ്സ്. അതായത് ബിസിനസ് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള ഇൻവോയ്സും അതേപോലെ പർച്ചേസ് ഓർഡേഴ്സും ഒക്കെയാണ് നമ്മൾ അധികവും എന്താക്കുക, ഈ ഇലക്ട്രോണിക് എക്സ്ചേഞ്ച് ആക്കി ചെയ്യാറുള്ളത്. ഇൻവോയ്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബില്ലുകൾ, ഓക്കെ, അതേപോലെ പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ഓർഡേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ ഇലക്ട്രോണിക് ത്രൂ എക്സ്ചേഞ്ച് ചെയ്യാറുള്ളത്. ഓക്കെ, പിന്നെ പറയുന്നത് EDI കൺസിസ്റ്റ് ഓഫ് സ്റ്റാൻഡേർഡൈസ്ഡ് ഇലക്ട്രോണിക് മെസ്സേജ് ഫോർമാറ്റ് for common business documents such as purchase order, request for quotation, bill of lading, invoice and similar documents. നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞാണ് ഇത്തരം അതായത് ബിസിനസ് ഡോക്യുമെന്റ്സ് ആയിട്ടുള്ള പർച്ചേസ് ഓർഡർ, പിന്നെ കൊട്ടേഷൻസ്, ബിൽ ഓഫ് ലാഡിങ്, ഇൻവോയ്സ്, പിന്നെ ഇതുപോലുള്ള ഡോക്യുമെന്റ്സ് ഒക്കെയാണ് നമ്മൾ സാധാരണ ഈ ഇലക്ട്രോണിക് ഫോർമാറ്റ് ആയിട്ട് എന്താക്കുക, അയക്കുക. ഓക്കെ, these electronic documents enable one company to talk to computers in another company without producing paper documents. അതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത. അതായത് ഇവിടെ നമ്മൾ എന്താക്കുന്നില്ല, പേപ്പർ ഡോക്യുമെന്റ്സ് ഇല്ല, വിത്തൗട്ട് പേപ്പർ ഡോക്യുമെന്റ്സ് ആണ്. ഓക്കെ, പേപ്പർ ഡോക്യുമെന്റ്സ് ഒന്നും നമ്മൾ എന്താക്കുന്നില്ല, ഉപയോഗിക്കുന്നില്ല. എല്ലാം ത്രൂ കമ്പ്യൂട്ടറാണ്. ഒരു കമ്പനിയുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമ്മൾ എന്താക്കും, മറ്റൊരു കമ്പനിയുടെ കമ്പ്യൂട്ടറിലേക്ക് സാധനങ്ങൾ അയക്കുന്നു. നമ്മുടെ പർച്ചേസ് ഓർഡർ ആയിക്കോട്ടെ, എന്ത് തന്നെ കാര്യങ്ങളായിക്കോട്ടെ, വിത്തൗട്ട് പേപ്പർ നമ്മൾ അയക്കുന്നു. ഓക്കെ, അനദർ കമ്പനിയിലെ കമ്പ്യൂട്ടറിൽ നോക്കിയിട്ട് അവിടുത്തെ ഹ്യൂമൻ ബീങ്സ് ഉണ്ടാക്കും, അത് ചെക്ക് ചെയ്യുന്നു. ഓക്കെ, ടു സെറ്റപ്പ് EDI, ഒരു കമ്പനിയിൽ EDI സെറ്റപ്പ് ചെയ്യണമെങ്കിൽ എ കമ്പനി മസ്റ്റ് ഹാവ് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ആൻഡ് എസ്റ്റാബ്ലിഷ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ഹു എഗ്രി ടു എക്സ്ചേഞ്ച് EDI ട്രാൻസാക്ഷൻ. ഒരു കമ്പനിയിൽ EDI സെറ്റപ്പ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് വേണം. അക്കൗണ്ടിംഗ് റെക്കോർഡ്സ് ഒക്കെ അവരെന്താക്കണം? കമ്പ്യൂട്ടറൈസ് ചെയ്യണം. അത് മാത്രം പോരാ, ട്രേഡിംഗ് പാർട്ട്നേഴ്സ് അവരാർക്കാണോ അയക്കുന്നത്, അവരുടെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് എന്തായിരിക്കണം? അവർക്കും EDI എക്സ്ചേഞ്ച്, EDIയിൽ താല്പര്യം ഉണ്ടായിരിക്കണം. ഒരു ടീം ഇപ്പോൾ പേപ്പർ വർക്കിലാണ് ഇഷ്ടപ്പെടുന്നത്, മറ്റൊരു ടീം EDI ആണെങ്കിൽ നമുക്ക് അവിടെ എന്താക്കാൻ പറ്റില്ല, എക്സ്ചേഞ്ച് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. ഓക്കെ, ഈ 2 കാര്യങ്ങളും നിർബന്ധമായും വേണം. ഓക്കെ, പിന്നെ ടു use of electronic data interchange thus eliminates human effort required to read, sort and physically transport such documents. ഈ EDI എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹ്യൂമൻ എഫേർട്ട് ഒഴിവാക്കും. മെയിനായിട്ട് ഈ ഹ്യൂമൻ എഫേർട്ട് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് എന്താക്കും, ഒഴിവാക്കും. അതുപോലെ തന്നെ ഹ്യൂമൻ എഫേർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് റീഡ് ചെയ്യാനുള്ള എഫേർട്ട്, പിന്നെ അതേപോലെ ഫിസിക്കലി ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള എഫേർട്ട്, ഇതൊക്കെ എന്താക്കും, അതേപോലെ സോർട്ട് ചെയ്യാനുള്ള എഫേർട്ട്, ഇതൊക്കെ ഇലക്ട്രോണിക് ഫോർമാറ്റ് ആയതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ എളുപ്പം, അതായത് ഹ്യൂമൻസിന്റെ എഫേർട്ട് കുറയും. ഓക്കെ, ഇനി നമുക്ക് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ചിന്റെ ഇമ്പോർട്ടൻസ് ഓർ ബെനിഫിറ്റ്സിലേക്ക് പോവാം. ഓക്കെ, സിമ്പിൾ ആണ്.
ഒന്ന് അവോയ്ഡ് ടൈം ഡിലേസ്. നമുക്കറിയാം ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് ടൈം ഡിലേ ഒഴിവാക്കും. അവോയ്ഡ് ടൈം ഡിലേസ് ഒഴിവാക്കും. അതായത് നമ്മളിപ്പം ഈ ഡാറ്റാസ് ഒക്കെ ഡോക്യുമെന്റ്സ് ഒക്കെ നമ്മൾ പേപ്പർ ത്രൂ ആണ് അയക്കുന്നതെങ്കിൽ നമ്മൾ ബൈ പോസ്റ്റാണ് ചെയ്യുക, അല്ലെ തപാൽ വഴിയാണ് അയക്കുക. അതിനൊക്കെ ഒരുപാട് സമയം എടുക്കും. പക്ഷെ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് വന്നതോടുകൂടെ അതിന്റെ ആവശ്യമില്ല. അതായത് വിത്തിൻ സെക്കൻഡ്സ് ഒരു കമ്പനിയിൽ നിന്നിട്ട്, ഇപ്പൊ കേരളത്തിലുള്ള ഒരു കമ്പനി ആണെങ്കിൽ മറ്റേ കമ്പനി ഡൽഹിയിലാണെങ്കിൽ വിത്തിൻ സെക്കൻഡ്സ് എന്താക്കും അവിടെ എത്തും. ഓക്കെ. രണ്ടാമത്തെ പോയിന്റാണ് റിഡ്യൂസ് ലേബർ കോസ്റ്റ്, ലോ ലേബർ കോസ്റ്റ്. അതായത് ലേബർ കോസ്റ്റ് കുറവായിരിക്കും ഇതിന്. അതായത് നമ്മൾ പറഞ്ഞു നേരത്തെ ഹ്യൂമൻ എഫേർട്ട് കുറയ്ക്കുന്നു പറഞ്ഞു, അതേപോലെ തന്നെയാണ് ലേബർ കോസ്റ്റ് കുറയും, തൊഴിലാളികളുടെ കോസ്റ്റ് കുറയും. കാരണം കുറെ തൊഴിലാളികളൊക്കെ ആവശ്യമില്ല, ത്രൂ കമ്പ്യൂട്ടറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോക്യുമെന്റ്സ് ഒക്കെ ഫയൽ ചെയ്യാൻ ഈ ഈ ഫോർമാറ്റിലാണ് ഫയൽ ചെയ്യുക. അതുകൊണ്ട് തന്നെ പേപ്പർ വർക്കുകളൊക്കെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ലേബേഴ്സ് കുറയും. അതുകൊണ്ട് തന്നെ ലേബർ കോസ്റ്റും കുറയും. പിന്നെ എലിമിനേഷൻ ഓഫ് എറേഴ്സ്. ഓക്കെ, നമുക്ക് എറേഴ്സ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്ത് സഹായിക്കും? ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച് സഹായിക്കും. പിന്നെ സെർട്ടേനിറ്റി ആണ്. സെർട്ടേനിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ചില സാഹചര്യങ്ങൾ കൊണ്ട് വൈകുകയാണെങ്കിൽ അൺസർട്ടൻ ആയി പോകും. ഫോർ എക്സാമ്പിൾ, നമ്മൾ പറഞ്ഞു ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് പേപ്പർ ത്രൂ നമ്മൾ തപാൽ അയക്കുകയാണെങ്കിൽ ലേറ്റ് ആവും എന്ന് പറഞ്ഞു, ഡൽഹിയിലേക്കൊക്കെ അയക്കുകയാണെങ്കിൽ ലേറ്റ് ആവും എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ലേറ്റ് ആവുന്ന സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് നമ്മുടെ ആക്ടിവിറ്റി അത് ആ പേപ്പർ അവിടെ എത്തുന്നവരെ എന്താക്കാൻ വേണ്ടി പറ്റും? അൺസർട്ടൻ ആയിരിക്കും, ചെയ്യാതിരിക്കേണ്ടി വരും. മനസ്സിലായോ? അവിടെ എത്തുന്നവരെ നമ്മുടെ വർക്ക് ചെയ്യാതിരിക്കേണ്ടി വരും. അപ്പൊ അൺസർട്ടനിറ്റീസ് കൂടുതലായിരുന്നു പണ്ട്. പക്ഷെ ഇ ഡി ഐ വന്നതോട് കൂടി തന്നെ ഈ അൺസർട്ടൈൻ എന്നുള്ളൊരു ചാൻസ് കുറഞ്ഞിട്ടുണ്ട്. സെർട്ടൈനിറ്റി ആയി. അതായത് നമുക്ക് പെട്ടെന്ന് തന്നെ എന്താക്കും, നമ്മുടെ ഡോക്യുമെന്റ്സും ഒക്കെ ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലൊക്കെ ഒക്കെ പെട്ടെന്ന് കൈമാറാൻ വേണ്ടി പറ്റും. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇതൊരു സെർട്ടൈനിറ്റി ആയിരിക്കും എപ്പോഴും. പിന്നെ ലോ ഇൻവെന്ററീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നമ്മൾ ഒരു പ്രൊഡക്ഷൻ കമ്പനിയൊക്കെ ആണെങ്കിൽ നമ്മൾ എന്താക്കേണ്ടി വരും? ഇങ്ങനെ പ്രൊഡക്ഷന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഇങ്ങനെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടി വരും. ഓക്കെ, അതുപോലെ നമുക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും, അല്ലെങ്കിൽ പോട്ടെ നമ്മളിപ്പോ ഒരു പലചരക്ക് ഷോപ്പ് അടുത്താണെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളായിക്കോട്ടെ, നമ്മൾ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെക്കേണ്ടി വരും അല്ലേ? നമ്മൾ മാനുവൽ ആയിട്ടാണ് എല്ലാ പേപ്പറിൽ എഴുതിയിട്ടാണ് എന്താക്കുക, ഈ സാധനം ഉണ്ടോ എന്നുള്ള രീതിയിലൊക്കെ ചെക്ക് ചെയ്യുക. പക്ഷെ അത് ഒരു EDI ഫോർമാറ്റ് ആണെങ്കിൽ അതൊക്കെ നമ്മൾ എന്തായിരിക്കും? ഫിസിക്കൽ ഫോർമാറ്റിലെ കാര്യങ്ങളൊക്കെ ഒന്നും ഉണ്ടാവില്ല, എല്ലാം ഇലക്ട്രോണിക് ഡോക്യുമെന്റ്സ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇൻവെന്ററീസ് സ്റ്റോക്ക് ഒക്കെ തീരാനായിട്ടുണ്ടെങ്കിൽ, അടിപൊളി ആപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ സിസ്റ്റം ജനറേറ്റഡ് ആയിട്ട് നമ്മളോട് പറയും, ഇന്ന് സാധനം തീരാനായിട്ടുണ്ട്, ഇന്ന കാര്യം തീരാനായിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇൻവെന്ററീസ് ഒക്കെ നമുക്ക് സ്റ്റോക്ക് ചെയ്യേണ്ടത് ലോ മതി. നമുക്ക് ആവശ്യമുള്ള സമയത്ത് നമുക്ക് എന്താക്കാൻ പറ്റും? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ അടുത്ത പോയിന്റാണ് ഇൻഫർമേഷൻ ആക്സസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻ ഈ EDI കൂടെ കിട്ടും. ഒരു കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് എന്താക്കും? ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഒക്കെ അയക്കും. നമുക്ക് കമ്പനീനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസും ഒക്കെ എളുപ്പത്തിൽ എന്താക്കും? ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ലോ കോസ്റ്റ്. നമുക്ക് EDI ഡെവലപ്പ് ചെയ്യുന്നതിലൂടെ എന്താണ്? കോസ്റ്റുകളൊക്കെ കുറവായിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ഹ്യൂമൻ എഫേർട്ട് കുറവായിരിക്കും, അതായത് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കുറവായിരിക്കും, ഡോക്യുമെന്റ്സ് നമ്മൾ നേരത്തെ ബൈ പോസ്റ്റ് ഒക്കെ അയക്കാനുള്ള ചെലവുകളൊക്കെ എന്തായിരിക്കും? കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ EDI കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ ഇൻക്രീസ് ദ ക്വാളിറ്റി ഓഫ് ദ ട്രേഡിംഗ് റിലേഷൻഷിപ്പ്. കറക്റ്റ് ആണ്. നമ്മുടെ ട്രേഡിംഗ് റിലേഷൻഷിപ്പിന്റെ ക്വാളിറ്റി വർദ്ധിക്കും. കാരണം എല്ലാം ഫിസിക്കൽ ഫോർമാറ്റിൽ നിന്ന് മാറിയിട്ട് ഫുൾ ഇലക്ട്രോണിക് ഫോർമാറ്റിലേക്ക് ആയിട്ട് മാറി. അപ്പൊ നമുക്ക് എപ്പം നമ്മൾ ഏത് പാസ്റ്റിൽ അയച്ച ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, എന്ത് ഡോക്യുമെന്റ്സ് ആയിക്കോട്ടെ, നമുക്ക് സൂക്ഷിക്കാനും എളുപ്പമാണ്, എപ്പോൾ ആവശ്യമുള്ളപ്പോഴും നമുക്ക് എടുക്കാനും എളുപ്പമാണ്. ഓക്കെ, തപ്പേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ട്രേഡിംഗ് പാർട്ട്നേഴ്സ് തമ്മിലെ റിലേഷൻഷിപ്പ് കൂടുതലായിരിക്കും. ഇപ്പൊ എന്റെ ഒരു കമ്പനിയും വേറൊരു കമ്പനിയുമാണ് ട്രേഡിംഗ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ളതെങ്കിൽ നമ്മൾ തമ്മിലുള്ള റിലേഷൻസ് എന്തായിരിക്കും? വളരെ നല്ല രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. ഓക്കെ, ഈ EDI ഇൻസ്റ്റാൾ ചെയ്യുന്നതിലൂടെ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ചിന്റെ ഡ്രോബാക്സ് എന്നുള്ളതാണ്. ഡ്രോബാക്സിൽ ഒന്നാമത് പറയുന്നത് ഹൈ കോസ്റ്റ് ആണ്. കോസ്റ്റ് കൂടുതലായിരിക്കും. കാരണം EDI ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടർ സിസ്റ്റം വേണം, അതിന്റെ സോഫ്റ്റ്വെയർസ് വേണം, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വേണം. അതുകൊണ്ട് തന്നെ കോസ്റ്റ് കൂടുതലായിരിക്കും. രണ്ടാമത്തതാണ് ലിമിറ്റഡ് ആക്സസിബിലിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാ ട്രേഡിംഗ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള കമ്പനീസിനും എന്താക്കാൻ വേണ്ടി പറ്റില്ല? ഈ EDI ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പല കമ്പനീസും ട്രഡീഷണൽ മെത്തേഡ് ഫോളോ ചെയ്യുന്ന കമ്പനീസ് ആയിരിക്കും. അപ്പൊ അവർക്കൊന്നും എത്ര പെട്ടെന്നൊന്നും ഇതൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. ഓക്കെ, അതാണ് അടുത്തൊരു ഡ്രോബാക്ക്.
പിന്നെ അത് റിജിഡ് റിക്വയർമെന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഹൈ കോസ്റ്റ് പറഞ്ഞ പോലെ ഇതിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ ഉണ്ട്. അതായത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് വേണം, പിന്നെ കമ്പ്യൂട്ടർ വേണം, സിസ്റ്റം വേണം, അങ്ങനെ കുറെ 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 കാര്യങ്ങളുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ഇഡിയിൽ ഡോക്യുമെന്റേഷൻ ചെയ്യാനുള്ള ആൾക്കാർ, അറിയുന്ന ആൾക്കാർ വേണം. അങ്ങനെ അതേപോലെ തന്നെ അവരുടെ അക്കൗണ്ട്സ് ഒക്കെ എന്തായിരിക്കണം, ഇലക്ട്രോണിക് ഫോർമാറ്റ് ആയിരിക്കണം. അപ്പൊ ഇതൊക്കെ കാരണം കൊണ്ട് തന്നെ ഇതൊരു റിജിഡ് റിക്വയർമെന്റ് ആണ്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് എന്താണ് ഇലക്ട്രോണിക് ഡാറ്റ ഇന്റർചേഞ്ച്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ്, ബെനിഫിറ്റ്സ്, പിന്നെ എന്താണ് അതിന്റെ ഡ്രോബാക്സ്. യൂണിവേഴ്സിറ്റി എക്സാമിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്.